അറിയാലോ മമ്മൂട്ടിയാണ് എന്നേ പറയാനുള്ളൂ. കാരണം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിലില്ലേ, അതിലേക്ക് ഒരു ക്യാരക്ടേഴ്സിനെ കൂടി എടുത്തു വെച്ചു, കൊടുമൺ പോറ്റി. ആ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് കേൾക്കും ശരിക്കും ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആണ് ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോൾ. കാരണം ഇൻട്രൊഡക്ഷൻ തൊട്ട് ത്രൂ ഔട്ട് പടം അവസാനിക്കുന്ന ഒരാൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് പറയാണ്ട് വയ്യ. കാരണം ആ ക്യാരക്ടർ വന്നിരിക്കുന്നതും നിൽക്കുന്നതും ചിരിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു പകിട കളിക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ഈ സീനുകളിലൊക്കെ ആ ക്യാരക്ടറിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് പോലും പിടിതരാത്ത രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിന്റെ വോയിസ് മോഡുലേഷന് ഒരു രക്ഷയില്ല. കാരണം വോയിസ് മോഡുലേഷനിൽ ആ ഒരു പ്രായം ചെന്ന ആളുടെ ശരീരപ്രകൃതം അല്ലെങ്കിൽ മാനറിസംസ് ഒക്കെ കൊണ്ടുവന്ന് കറ പിടിച്ച പല്ലുകളൊക്കെ ആയിട്ടുള്ള ഒരു ചിരിയിലും ഇരുത്തത്തിലും അല്ലെങ്കിൽ ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ കാണിച്ചതൊക്കെ ശരിക്കും ഇത് മമ്മൂട്ടിയല്ല, കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ഒരാളെ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. ശരിക്കും ആ ഒരു മനയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോരാത്ത